കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ചൂട് കുത്തനെ ഉയരുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വിജയസാധ്യത ആർക്കാണ് കൂടുതൽ? ഭരണത്തിലുള്ള LDF ആണോ മുന്നിൽ, അതോ ശക്തമായ തിരിച്ചുവരവ് ലക്ഷ്യമിടുന്ന UDF ആണോ, അല്ലെങ്കിൽ കേരളത്തിൽ പിടിമുറുക്കാൻ ശ്രമിക്കുന്ന NDA ആണോ? ഈ മൂന്ന് മുന്നണികളുടെയും സാധ്യതകളെക്കുറിച്ച് ഒന്ന് പരിശോധിക്കാം. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തുമ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളാണ് നടക്കുന്നത്. പ്രധാനമായും UDF, LDF, NDA എന്ന് മൂന്ന് മുന്നണികളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായി രംഗത്തുള്ളത്. ഇപ്പോൾ ഭരണത്തിലുള്ളത് LDF ആണ്. സർക്കാരിന്റെ വികസന പദ്ധതികൾ, സാമൂഹ്യക്ഷേമ പദ്ധതികൾ, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചാണ് അവർ വീണ്ടും ജനവിധി തേടുന്നത്. ഭരണത്തിന്റെ തുടർച്ച ഉണ്ടാകുമെന്നും വലിയൊരു വിഭാഗം വോട്ടർമാരുടെ പിന്തുണ ലഭിക്കുമെന്നുമാണ് LDFന്റെ അമിതമായ പ്രതീക്ഷ. മറുവശത്ത് UDF ശക്തമായ തിരിച്ചുവരവിനുള്ള ശ്രമത്തിലാണ്. സർക്കാരിനെതിരായ വിമർശനങ്ങൾ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ, തൊഴിൽ വിലക്കയറ്റം തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് അവർ ജനങ്ങളിലേക്ക് പോകുന്നത്. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ മാറി മാറി ഭരണത്തിലേറുന്ന പതിവുണ്ടെന്ന വാദവും UDF മുന്നോട്ട് വെക്കുന്നു എന്ന് മാത്രമല്ല, 100 സീറ്റിന് മുകളിൽ നേടി LDFനെ ഭരണത്തിൽ നിന്ന് പുറത്താക്കുമെന്നാണ് UDFന്റെ വിശ്വാസം. ഇതിനൊപ്പം NDAയും കേരളത്തിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ശക്തിയായ NDA കേരളത്തിലും കൂടുതൽ വോട്ട് ശതമാനം നേടുകയും ചില മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരം സൃഷ്ടിക്കുകയുമാണ് ലക്ഷ്യമിടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മൂന്ന് മുന്നണികളും തങ്ങളുടെ ശക്തി തെളിയിക്കാൻ ശ്രമിക്കുന്ന ശക്തമായ രാഷ്ട്രീയ പോരാട്ടമായി മാറുകയാണ്. അവസാനം തീരുമാനം ജനങ്ങളുടേതാണ്. കേരളത്തിന്റെ ഭരണചക്രം ഇനി ഏത് മുന്നണിയിലേക്ക് പോകും എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുക.